ലൈവിൽ വീണ്ടും അനുമോളെ കൊണ്ട് ഏത്തമിടിക്കുകയാണ് ശോഭയും ആദിലയും കൂടി. ശോഭ വിശ്വനാഥ് കട്ടിലിൽ കിടക്കുകയാണ്. ശോഭയുടെ അടുത്ത് തന്നെ ജിസേൽ ഇരിപ്പുണ്ട്, ആദിലയുണ്ട്, അനീഷുണ്ട്, ഷാനവാസുണ്ട്, ആര്യനുണ്ട്. ജനറൽ മാനേജർ പറയുന്നുണ്ട്, റിയലി സോറി മാം, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? മാനേജറെ കൊണ്ട് ഏത്തമിടിക്കട്ടോ? ശോഭ പറയാണ്, ഏത്തമിടിക്ക് 10 തവണ ഏത്തമിടിക്കണം. അനിമോൾ പറഞ്ഞു ശരി ഞാൻ ഏത്തമിടാന്ന് പറഞ്ഞിട്ട് അനിമോൾ ഏത്തമിടാൻ തുടങ്ങിയപ്പോൾ അനീഷ് 1 2 എന്ന് പറഞ്ഞിട്ട് എണ്ണുന്നുണ്ട്. ഞാൻ കുളിക്കണം, എനിക്ക് ഹേർട്ടായെന്നൊക്കെ ശോഭ വിശ്വനാഥ് പറയുന്നുണ്ട്. അപ്പോൾ റിയലി സോറി മാം എന്ന് ജനറൽ മാനേജർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത്തമിടാൻ അവർ പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ അനിമോൾ ഏത്തമിടാൻ തുടങ്ങി. കുളിക്കാതെ മാമിന് എന്താ വേണ്ടുന്നത്, ഡിയോഡറൻറ്റ് കൊണ്ടുവരട്ടെ എന്ന് ജനറൽ മാനേജർ ചോദിക്കുന്നുണ്ട്. അപ്പം പറയും മാനേജർ ഏത്തമിടണമെന്ന് ശോഭ പറയുന്നുണ്ട്. അപ്പോൾ എത്ര ഏത്തമിടണമെന്ന് ജനറൽ മാനേജർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് 10, 10 അല്ല 10.5. അക്ബർ അവിടെ നിന്ന് പറയാണ്, ഗസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഗസ്റ്റിനെ കളിയാക്കിയത് പോലെയുണ്ട്. നൂറ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാഡത്തിന് കുളിക്കണം, ഏതെങ്കിലും അസിസ്റ്റൻറ്റ് വേണമെന്ന് ചോദിക്കാനായിട്ട് വന്നതാണ്. അനിമോൾ ഏത്തം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ 1 മുതൽ 4 വരെ ഏത്തം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് തെറ്റി എന്ന് പറഞ്ഞിട്ട് ശോഭ പറയുന്നുണ്ട്. അപ്പോൾ അനിമോൾ പറയുന്നുണ്ട്, എണ്ണിയല്ലേ ഏത്തം ഇടുന്നത്, കറക്റ്റ് അല്ലയോ? അപ്പം 4ാമത്തെ എല്ലി ഇപ്പോൾ ഇട്ട് അന്നേരം പറയാം 4 ആയില്ലെന്ന് ആദ്യം പറഞ്ഞു. ആദില പറയാണ്, മാഡം പറയുന്ന പോലെ ഏത്തം ഇട്ടോളൂ, 4 മുതൽ വീണ്ടും തുടങ്ങട്ടെ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഇല്ല, തെറ്റിപ്പോയതുകൊണ്ട് ഇനി 1 എന്നും പറഞ്ഞ് വീണ്ടും ഏത്തം ഇടാനെന്ന് ശോഭ പറയുന്നത്. അപ്പോൾ അനീഷ് അവിടെ നിന്നുകൊണ്ട് വീണ്ടും 1 2 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഏത്തം ഇടിക്കുകയാണ് അനിമോളെ കൊണ്ട്. അനീഷ് 1 എന്ന് പറഞ്ഞ് എണ്ണി തുടങ്ങി. 1 2 3 4 5 പറഞ്ഞപ്പോഴത്തേന് ശോഭ വീണ്ടും പറഞ്ഞ് തെറ്റി, 5.5 എന്ന് വെച്ചാൽ ഒരു ഏത്തം ഇട്ടത് ചെറുതായി പോയതുകൊണ്ട് അതിന് അരയായിട്ടേ കണക്ക് കൂട്ടത്തോളെന്നാണ് ശോഭ വിശ്വനാഥ് പറയുന്നത്. 5.5 എണ്ണിയിട്ട് അനീഷ് 6 എന്നാണ് എണ്ണിയത്. അപ്പോൾ ശോഭ വിശ്വനാഥ് ചോദിക്കുകയാണ്, നിങ്ങളെ PT മാഷാണോ മാത്സ് പഠിപ്പിച്ചത്? ഗസ്റ്റുകൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹറാസ്മെൻറ്റ് ചെയ്തേക്കുന്നത് അനീഷിനെയും അനിമോളെയാണ്. അനിമോൾക്ക് ഇന്നലെ കൊടുത്ത പണിയൊന്നും അല്ല ഇന്ന് കൊടുക്കുന്നത്. ഇത്രയും പേരുടെ മുന്നിലാണ് അനിമോളെ കൊണ്ട് ഇപ്പം അവർ ഏത്തം ഇട്ടേക്കുന്നത്. ഏത്തം ഇടുന്നതിന് അനിമോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് ചെയ്തിട്ടും തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് വീണ്ടും 1 എന്ന് പറഞ്ഞ് അവർ തുടങ്ങുന്നു. അതാണ് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം. മനഃപൂർവ്വം അനിമോളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് നമുക്ക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്.